മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തിരുത്തിക്കുറിക്കാൻ സാധ്യതയുള്ളൊരു കൂട്ടുകൂടലിന് കളമൊരുങ്ങുന്നുണ്ടെന്നാണ് വാർത്ത. താക്കറെ സഹോദരങ്ങൾ കൈകോർക്കാനുള്ള നീക്കത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിന്റെ കസിനും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന നേതാവുമായ വീണ്ടും കൈകോർത്ത് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വാർത്ത ശരിയാകുകയാണെങ്കിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയമെന്ന ചതുരംഗ കളരിയിലെ നിർണായക കരുനീക്കമായിരിക്കും അത്. കുറച്ചു നാളുകളായി ഇരുവരുടെയും കൂടിച്ചേരൽ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഏറെയുണ്ടായിരുന്നു. നടനും സംവിധായകനുമായ മഹേഷ് മാഞ്ജരേക്കറുടെ പോഡ്കാസ്റ്റ് ഷോയിൽ പങ്കെടുക്കവെയാണ് രാജ് താക്കറെ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. തർക്കങ്ങളും കലഹങ്ങളും നിസ്സാരമാണെന്നും അതിനേക്കാൾ വലുത് മഹാരാഷ്ട്ര ആണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ മറാത്തികൾ ഒത്തുചേർന്ന് ഒരു പാർട്ടി രൂപവൽക്കരിക്കണമെന്നും നവനിർമ്മാൺ സേന നേതാവ് അഭിപ്രായപ്പെട്ടു. തനിക്കൊപ്പം പ്രവർത്തിക്കാൻ ഉദ്ധവ് പക്ഷം തയ്യാറാണോ എന്ന ചോദ്യവും പരിപാടിക്കിടെ രാജ് താക്കറെ ചോദിച്ചിരുന്നു. പിന്നാലെ മഹാരാഷ്ട്രയുടെ താൽപര്യം മുൻനിർത്തി നിസ്സാര തർക്കങ്ങൾ വിട്ടുകളയാൻ ഒരുക്കമാണെന്നും ഉദ്ധവ് താക്കറെയും പറഞ്ഞതോടെ അഭ്യൂഹം ശക്തമാവുകയായിരുന്നു. ഭാരതീയ കോൺഗ്രസ് സേന സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു ഉദ്ധവ് തന്റെ നിലപാട് തുറന്നു പറഞ്ഞത്. BJP നേതൃത്വം കൊടുക്കുന്ന മഹായുദ്ധിയിലും ഇന്ത്യ സഖ്യത്തിന്റെ മഹാവികാസ് അഘാഡിയിലും പലവിധ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് താക്കറെ സഹോദരങ്ങളുടെ ഒത്തുചേരൽ വാർത്തകൾ സജീവമാകുന്നത്. മഹാരാഷ്ട്രയിലെ എല്ലാ പ്രൈമറി സ്കൂളുകളിലും ഹിന്ദി നിർബന്ധമാക്കാനുള്ള മഹായുദ്ധി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശിവസേന, ഉദ്ധവ് പക്ഷവും നവനിർമ്മാൺ സേനയും ഒരേ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ വർഷം നടക്കാനിരിക്കുന്നത്. അങ്ങനെയിരിക്കെ മറാത്ത രാഷ്ട്രീയത്തിന്റെ ശക്തരായ രണ്ട് വക്താക്കളെ നേരിടാൻ അതുകൊണ്ട് തന്നെ മഹായുദ്ധി സഖ്യത്തിന് കുറച്ചധികം വേർക്കേണ്ടി വരും. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റ ഉദ്ധവ് പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് മുംബൈയിലേത്, അതിനിർണായകമാണ്. ഉദ്ധവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ നിർണായകമെന്ന് പറയേണ്ടി വരും. പതിറ്റാണ്ടുകളായി ശിവസേനയുടെ ശക്തി കേന്ദ്രമാണ് മുംബൈ മുനിസിപ്പൽ ബോഡി. നിയമസഭയിലെ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ ഉദ്ധവിനെ മുംബൈയിൽ കൂടി തറ പറ്റിക്കാനാണ് BJPയുടെ ശ്രമം. ഇതിനായി ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും സഖ്യവും പണിയെടുക്കുന്നുമുണ്ട്. രാജ് താക്കറെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞിരുന്നു. മത്സരിച്ച 130 സീറ്റുകളിൽ ഒന്നിൽ പോലും വിജയിച്ചില്ലെന്ന് മാത്രമല്ല, രാജ് താക്കറെയുടെ മകൻ അമിത് കന്നി അംഗത്തിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. കൂടാതെ പ്രാദേശിക പാർട്ടി സ്ഥാനവും ചിഹ്നവും നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ സാഹചര്യങ്ങളിൽ മറാത്ത രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളായ താക്കറെ സഹോദരങ്ങൾ ഒന്നിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഉദ്ധവിന്റെ പിതാവും ശിവസേന സ്ഥാപകനുമായ ബാൽ താക്കറെയുടെ സഹോദരൻ ശ്രീകാന്ത് താക്കറെയുടെ മകനാണ് രാജ്. ഉദ്ധവുമായി തെറ്റിപ്പിരിഞ്ഞ രാജ് താക്കറെ 2006ലാണ് MNSന് രൂപം നൽകുന്നത്. 2009-ൽ മികച്ച വിജയം നേടാനായെങ്കിലും 2014-ൽ പാർട്ടി തകർന്നടിഞ്ഞു. 2019-ലും 2024-ലും ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ MNSന് സാധിച്ചില്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെ 1.8% വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ എങ്കിലും ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പരാജയത്തിലും അത് നിർണായകമായിരുന്നു. അതിനാൽ ഇരുവരുടെയും ഒത്തുചേരലിന് വലിയ രാഷ്ട്രീയ മാനങ്ങളാണുള്ളത്. താക്കറെ സഹോദരങ്ങളുടെ ഒന്നിച്ചുള്ള പ്രചാരണങ്ങൾ മറാത്തി വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പുറമെ മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലും നാസിക്, പൂനെ തുടങ്ങിയ പഴയ ശിവസേന ശക്തി കേന്ദ്രങ്ങളിലും നേട്ടമുണ്ടാക്കാനും സഹായിച്ചേക്കാം. ഇത് മഹായുദ്ധി സഖ്യത്തിനും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്കും പണിയായേക്കുമെന്നും വിലയിരുത്തലുണ്ട്.